ഓക്കെ. ദിവ്യ ഉണ്ണി എന്താ പറഞ്ഞത് വിളിച്ചപ്പോ? ദിവ്യൗണ്ണി അല്ല എടുത്തത്, ദിവ്യൗണ്ണിയുടെ അമ്മയായിരുന്നു കോൾ എടുത്തത്. ദിവ്യൗണ്ണിയുടെ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. അമ്മ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞു, എന്റെ പേര് ഇന്നതാണ്, ഞാൻ വിളിക്കുന്ന കാരണം എന്നതാണ്, ഞങ്ങൾ ഇങ്ങനെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. അപ്പോ ഇന്ന പ്രകാരം പാലാരിവട്ട സ്റ്റേഷനിൽ ഞാനൊരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളും തമ്മിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇന്ന രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ പുള്ളിക്കാരത്തി എന്റെ അടുത്ത് ചൂടായിക്കൊണ്ട് സംസാരിച്ചു. ഞാൻ ഇതിനെന്തിനും നിങ്ങളുടെ അടുത്ത് മറുപടി വരണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾക്ക് പരാതി ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. പിന്നെ എന്റെ മോള് ഇത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ പാലാരിവട്ട സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നമായിട്ടും പാലാരിവട്ട സ്റ്റേഷൻ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയാം, അല്ലാതെ അവിടെ കുത്തുന്ന പിന്നെ വർത്താനം കൊണ്ട് കാര്യമില്ല. അതും ഷൗട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതും കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഞാൻ കമ്മീഷണറെ ഫോണിൽ ബന്ധപ്പെട്ടു. കമ്മീഷണർ ഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി ഇങ്ങനത്തെ ഒരു സംഗതി അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും നേരമായിട്ടും ഈ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഷനിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം പിന്നെ രണ്ടാമത് ഞാൻ വിളിക്കുമ്പോൾ പുള്ളിയെ സാറെന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കുന്നത്, ഈ എടാ നായിനെ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ഇതാണ് പുള്ളി തുടങ്ങുന്നത്. പിന്നെ ഒരു വട്ടം നിന്നോട് പറഞ്ഞത്. അപ്പൊ പങ്കെടുക്കാൻ ശ്രമിക്കുന്നവർ ചിലപ്പോൾ വീണ്ടും അറ്റംപ്റ്റ് നടത്തും. ഇങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പൊ ഇതിൽ പിന്നീട് അങ്ങോട്ട് പിന്നെ പുറത്തു പറയാൻ പറ്റുന്ന രീതിയിൽ തെറിയായിരുന്നു, പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളാണ് പിന്നെ ഞാൻ ഫേസ് ചെയ്തത്. ഈ പറയുന്ന കളക്ടറെ പേര് ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് പറയുമോ, നിങ്ങളൊരു ഇതിന് പോവുകയാണെങ്കിൽ കളക്ടർ ഇതിൽ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾ പറയുമോ? കളക്ടർ അറിയില്ലെങ്കിൽ, കമ്മീഷണർ അറിയില്ലെങ്കിൽ നിങ്ങൾ പറയുമോ? ഇനിയൊക്കെ പോട്ടെ, ഇങ്ങനെയാണെങ്കിൽ തന്നെ കമ്മീഷണർ എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയില്ല? ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇവർ നടത്തി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഇവർ നടത്തി എന്ന് പറയുന്നു. ഇതിലൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ലല്ലോ. ഇവർ അന്വേഷിക്കും, പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ കമ്മീഷണറുടെ ശ്രദ്ധയിൽ ഞാൻ പരാതിപ്പെട്ടു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. വേണ്ടി വന്നാൽ വിളിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ അപ്ഡേറ്റ് ഒന്നും അറിയില്ല. അപ്പം ഇതൊക്കെ പറയുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. പാർത്ത, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലും തട്ടിപ്പാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കലൂരിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ അത് കിട്ടിയല്ലോ, അത് ഭയങ്കര സംഭവമാണ്, നമ്മളത് നേടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ അതിൽ അംഗത്വം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് കരുതിയാണ് പല കുട്ടികളും കലൂരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് സത്യത്തിൽ. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി, ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പേരിൽ നടത്തിയൊരു തട്ടിക്കൂട്ട് പരിപാടിയല്ലേ? ധന്യ, ഉമാ തോമസ് MLA വീണ് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ മൂടിപ്പോകുമായിരുന്ന ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥ. ഇങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ നടക്കുന്നുണ്ടാവും നമ്മുടെ ചുറ്റുപാടും. കാരണം ഒരു മന്ത്രി പങ്കെടുത്ത ഒരു വലിയ പരിപാടി, ഈ പരിപാടിയെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നു. അവിടെ മാധ്യമങ്ങളൊക്കെ എത്തുന്നു, ആ മാധ്യമങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. നമ്മളടക്കം, അതായത് ഞാനടക്കം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു, അവിടെ അത് കാണാൻ പോയതാണ്. ആ ഒരു വലിയ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മുടെ ജേർണലിസ്റ്റ് സുഹൃത്തുക്കളായിട്ടുള്ള വേണ്ട, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് അല്ലാതെ എന്താണ് ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ അവർ കൊടുത്തിരുന്നു. അല്ലാത്ത ആളുകൾക്കെല്ലാം രജിസ്ട്രേഷൻ വേണമായിരുന്നു. പക്ഷേ അവിടെ നമ്മുടെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പുറത്തു വരിക എന്താ, കൊച്ചി അന്താരാഷ്ട്ര ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി അതിമനോഹരമായ നൃത്തം നടത്തി. അവിടെ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു. സജി ചെറിയാൻ MLA, ശ്രീജിത്ത്, ADGP ശ്രീജിത്ത്, ഈ പറയുന്ന ഉമാ തോമസ് MLA അവരൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതെടുത്ത് കൊടുത്തു. ഒരു പ്രശ്നവുമില്ലാതെ തീരും. ഈ പറയുന്ന പരാതിയോ ഒന്നും എവിടെയും എത്തില്ല. ഇതായിരുന്നു സംഭവിക്കുക. പക്ഷേ ഇത് പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് പുറത്തു വന്നത്. ഇതിൽ ഈ പറയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിലെ സർട്ടിഫിക്കറ്റ് ഓരോ കുട്ടികൾക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഗിന്നസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഡയറക്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഗിന്നസ് കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതൊരാൾക്കും ഗിന്നസുമായി ബന്ധപ്പെട്ട് ഗിന്നസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എൻക്വയറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ എൻക്വയറി ഓപ്ഷൻസിൽ നമുക്ക് മെയിൽ അയക്കാം, നമുക്ക് ഫോൺ ചെയ്യാം. ആ തരത്തിലുള്ള കോൺടാക്ട് നമ്പറുകളുണ്ട്. ഇന്ത്യയിലെ ഗിന്നസിൻ്റെ ഓഫീസുണ്ട്. അവിടെയൊക്കെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളൊരു വേൾഡ് റെക്കോർഡിന് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലെ ആളുകൾ ഇവിടെ എത്തി ആ പരിപാടി വാച്ച് ചെയ്യും. റെക്കോർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ആ റെക്കോർഡ് കൊടുക്കും. പക്ഷേ ഇതാരുടെ പേരിലാണ് റെക്കോർഡ്? വലിയ ചോദ്യമാണ്.
ഇത് ഇത്രയും കുട്ടികൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി കൊടുക്കുകയാണോ സർട്ടിഫിക്കറ്റ്, ഗിന്നസ് ഡയറക്റ്റ് കൊടുക്കുകയാണോ, അതോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണോ? ഇതൊക്കെയാണ് ഇവിടെ സംശയം ജനിപ്പിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ മൃദംഗ വിഷൻ അല്ലെങ്കിൽ മൃദംഗനാഥം എന്ന പരിപാടിക്കാണോ ഈ പറയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്? ഇതൊക്കെ സംശയമുനയിൽ നിൽക്കുകയാണ്. എന്തായാലും ഗിന്നസ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വ്യക്തിപരമായി ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതായത് ഓരോ 12,000-ഓളം കുട്ടികൾക്ക് ഗിന്നസ് വ്യക്തിപരമായിട്ട് പേഴ്സണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് വരുന്നത്. എന്തായാലും അവരുടെ ലോഗോ പോലും ഈ പരിപാടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി അനുമതിയില്ല എന്നതാണ് ഗിന്നസിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുന്നത്. അപ്പോൾ നോക്കണം എന്തൊരു തട്ടിപ്പാണ് ഇത് എന്നുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില സംശയങ്ങൾ വന്നു. തൻ്റെ അടുത്തൊരു കുട്ടിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവിടെ വിളിക്കുന്നു, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരാളെ വിളിക്കുന്നു. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരാളെ വിളിക്കുന്ന സമയത്ത് ഇത് അരുൺദേവ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു വ്യക്തിയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്ഥലമില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയി, ആളെ പങ്കെടുപ്പിക്കേണ്ട കോട്ട കഴിഞ്ഞു, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. ഇദ്ദേഹം പിന്നീട് വേറൊരു വ്യക്തി പറഞ്ഞതനുസരിച്ച് മറ്റൊരാളുടെ ശുപാർശയുമായി വിളിക്കുന്നു. അങ്ങനെ വിളിച്ച സമയത്തും അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾ മുമ്പ് വിളിച്ചിരുന്നില്ലേ, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല, കാരണം പുളിച്ച തെറിയാണ് പറയുന്നത്, പുളിച്ച തെറി. എന്നിട്ട് വെക്കുന്നു. ഇങ്ങനെ ഇത് കേട്ട സമയത്ത് ഇദ്ദേഹം സ്തബ്ധനായി പോകുന്നു. അദ്ദേഹം നിയമ നടപടിയുമായി പോകുമെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ വരുന്നു. അതായത് നിയമ നടപടിയുമായി പോകുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ CEO ആയിട്ടുള്ള ആൾ തന്നെ ഡയറക്റ്റ് മറ്റൊരു CEO എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരാൾ വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം, നിങ്ങൾ പൈസ അടച്ചോളൂ എന്ന് പറയുന്നു. പൈസ അടയ്ക്കാൻ നോക്കുമ്പോൾ ഈ പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല, ഇത് UPI ID ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നത് എന്ന് അവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വരുന്നു. ആ മറുപടിയിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തരൂ എന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല, അതായത് പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നി കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് 3,500, ചിലരോട് 5,000, ചിലരോട് 4,500, ചിലരോട് 8,000, ചിലരോട് 12,000 തുടങ്ങി പല പൈസയാണ് വാങ്ങിയിരിക്കുന്നത്. മറ്റേ ഈ സാരിയുടെ പുറകിലുള്ള തട്ടിപ്പ്, ഭക്ഷണത്തിനും മറ്റു കാര്യത്തിനും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കണം, മേക്കപ്പിന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കണം തുടങ്ങി ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോലും എന്ത് വേണം, സ്വന്തം കയ്യിൽ നിന്ന് പൈസ 100 200 കൊടുത്ത് കുടുംബക്കാർ കയറേണ്ട അവസ്ഥ, അതിൽ വരെ അവർ പൈസ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന വ്യക്തി അരുൺദേവ് എന്ന് പറയുന്ന വ്യക്തി പരാതി കൊടുക്കാൻ പോയപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തോട് ഏത് രീതിക്കാണ് പെരുമാറിയത് എന്നുള്ളതാണ്. കേസെടുക്കാൻ തയ്യാറായില്ല, പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ശ്രമിക്കുന്നു. പോലീസിൽ പരാതിപ്പെട്ടത് ഉടനെ തന്നെ മറ്റുള്ളവർ അറിയുന്നു. നിങ്ങൾ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വരും, ഇവിടെ സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു കലക്ടറും കമ്മീഷണറും തമ്മിൽ ഒക്കെ അറിയുന്ന പരിപാടിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇവരുമായൊക്കെ മുട്ടി നിന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ടായാൽ പോലും ഇതിനെ നേരിടുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾക്ക് അത്രയും സ്വാധീനമുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അജണ്ട എന്തായിരുന്നു, അവർ എന്തുകൊണ്ട് കേസെടുത്തില്ല? അവർ പറയുന്നത് 21-ാം തീയതി, അതായത് 21-ാം തീയതി നടക്കുന്ന പരിപാടിക്ക് അവർ പറയുന്നത് ഇപ്പോൾ തിരക്കാണ്, നിങ്ങൾ 30-ാം തീയതി വരും എന്നാണ് പറയുന്നത്. ഏത് ഉദ്യോഗസ്ഥനാണ് അത് പറഞ്ഞതെങ്കിൽ പോലും ഉളുപ്പുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. നിയമം നടപ്പിലാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷണറും കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെടുക്കുകയായിരുന്നു? ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് പോയിരിക്കുന്നത് പറയാതിരിക്കാൻ വഴിയില്ല. ഇത് സാധാരണക്കാരുടെ പ്രശ്നമല്ലേ, ഇത് സാധാരണക്കാരൻ്റെ വിഷയമല്ലേ? തന്നെ ഈ യഥാർത്ഥത്തിൽ കുത്തഴിഞ്ഞ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുക എന്നല്ലേ? അല്ല പാർത്ത, ഇതിപ്പോൾ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു MLA, ജനപ്രതിനിധിയായ ഒരു MLA അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുന്നു. എനിക്ക് തോന്നുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വാ തുറന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് വാ തുറന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമാ തോമസ് അപകടത്തിലാണ് എന്ന് പറഞ്ഞ സമയത്ത് മനോരമയിൽ ഒരു വാർത്ത വന്നപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രോഷം കൊണ്ടത്. ഇതിൻ്റെ പിന്നിലെ തട്ടിപ്പിനെ കുറിച്ച് എന്താ ഇവരാരും സംസാരിക്കാത്തത്? ശരി, BJP എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? ഇത് വാ അടഞ്ഞു പോയോ ഇവരുടെയൊക്കെ? ഒരു പരാതിക്കാരൻ ഈ പരാതിയിലുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് GST എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ, ഡൽഹിയിലുള്ള GST എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിച്ച് ഇതിൽ തട്ടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിലെ GST വകുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇത്ര വലിയ തട്ടിപ്പ് എങ്ങനെ നടത്താൻ ഇവർക്ക് ധൈര്യം വന്നു? ഇതല്ലേ ചോദ്യം. ഈ അരുൺദേവ് പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും. ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഒരു നടിക്ക് വേണ്ടി ഇത്രയും കുട്ടികളെ ബലിയാടാക്കിയത് ആര്? ഈ കോടികൾ തട്ടിയെടുത്ത് ഇവർ എന്ത് ചെയ്തു? GST കൃത്യമായി ഇതിനെ അടച്ചിട്ടുണ്ടോ? ഈ പണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും ഗൂഢശക്തികളുണ്ടോ? ഇതെന്തായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം? ദിവ്യ ഉണ്ണിക്ക് വേൾഡ് റെക്കോർഡ് നൽകുക മാത്രമായിരുന്നു? അല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ വലിയ ലക്ഷ്യമുണ്ട്. അദ്ദേഹം ദിവ്യ ഉണ്ണിയുടെ വീട്ടിൽ വിളിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ, ദിവ്യ ഉണ്ണിയുടെ അമ്മയെ വിളിച്ചപ്പോൾ ദിവ്യ ഉണ്ണിയുടെ അമ്മ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അരുൺദേവ് മീഡിയ മലയാളത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ദിവ്യ ഉണ്ണിയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അമ്മയാണ് കോൾ എടുത്തത്. അപ്പോൾ അതുൾപ്പെടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും.